വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ താലൂക്കിലെ റേഷൻ കടകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന തൊണ്ടിയിലെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ NFSA ഗോഡൌണിൽ വിജിലൻസിന്റെ പരിശോധന. സംസ്ഥാന വ്യാപകമായി ഗോഡൌണുകളിൽ നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂരിലും വിജിലൻസ് സംഘം എത്തിയത്. വണ്ടൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മുൻകൂർ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയ സംഭവത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ്. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രകടനത്തിനെതിരെയാണ് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് ഉൾപ്പെടെ 20ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. നിലമ്പൂർ നഗരസഭയിൽ വികസന നിശ്ചലാവസ്ഥയെന്ന പ്രതിപക്ഷം. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സാധാരണക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടതായും പ്രതിപക്ഷാംഗങ്ങൾ. വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. റെയിൽവേ മേൽപ്പാലം വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ ദ്രുതഗതിയിലാക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെ കാലതാമസം മാത്രമാണ് നിലവിലുള്ളതെന്നും മന്ത്രി. നിലമ്പൂർ താലൂക്കിലെ റേഷൻ കടകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന തൊണ്ടിയിലെ NFSA ഗോഡൌണിൽ വിജിലൻസിന്റെ പരിശോധന. മലപ്പുറം വിജിലൻസ് ഓഫീസിലെ ഇൻസ്പെക്ടർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയത്. റേഷൻ സാധനങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന മിന്നൽ പരിശോധനകളുടെ ഭാഗമായാണ് നിലമ്പൂർ ഗോഡൌണിലും വിജിലൻസ് സംഘം എത്തിയത്. പരിശോധനയുടെ ഭാഗമായി കിട്ടിയ വിവരങ്ങൾ അന്വേഷണ സംഘം വിലയിരുത്തി വരികയാണ്. താലൂക്കിലെ 16 പഞ്ചായത്തിലെയും നിലമ്പൂർ നഗരസഭയിലെയും 225 റേഷൻ കടകളിലേക്കുള്ള അരി, ഗോതമ്പ്, ആട്ട തുടങ്ങിയ സാധനങ്ങൾ ഈ ഗോഡൌണിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. സപ്ലൈകോയ്ക്കാണ് സാധനങ്ങളുടെ വിതരണ ചുമതലയുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റു ഗോഡൌണുകളിലും സമാനമായ രീതിയിൽ വിജിലൻസിന്റെ പരിശോധനകൾ നടന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക് തൂണിൽ ജാർഖണ്ഡ് സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അഹമ്മദ് റാസ എന്ന 20കാരനെയാണ് ഗോഡൌൺ കെട്ടിടത്തിന് സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. ജാർഖണ്ഡിൽ നിന്നും വിവരമറിഞ്ഞ് ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. വണ്ടൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മുൻകൂർ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയ സംഭവത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ്. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗണിൽ നടത്തിയ പ്രകടനത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് വണ്ടൂർ പോലീസിന്റെ നടപടി. നിലമ്പൂർ നഗരസഭയിൽ വികസന നിശ്ചലാവസ്ഥയെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സാധാരണക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടതായും പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണം തുടങ്ങി 6 മാസം തികയുമ്പോഴും പുതിയ ഒരു പദ്ധതികളും നടപ്പിലാക്കുവാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. UDF ഭരണസമിതി നിലവിൽ വന്ന് 6 മാസം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിലാണ് വികസന അവലോകനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. പുതിയ പദ്ധതികൾ യാതൊന്നും നടപ്പിലാക്കിയില്ല എന്നതിന് പുറമെ കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച വികസന ക്ഷേമ പദ്ധതികളെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയിട്ടും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല.
നിലമ്പൂരിൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗയോഗ്യമാക്കുവാനും കഴിഞ്ഞിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ മാലിന്യ സംസ്കരണമോ ഫലപ്രദമായി നടപ്പിലാകുന്നില്ല. വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുകയോ ശുചീകരണ സമിതികൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷാംഗം PM ബഷീർ പറഞ്ഞു. ഈ 6 മാസമായി നിലവിലുള്ള താൽക്കാലിക ഷെഡ് മാറ്റി പുറകോട്ട് കെട്ടി എന്നല്ലാതെ നയാ പൈസയുടെ ഒരു വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിച്ചില്ല. അവിടെ കഴിഞ്ഞ ഭരണസമിതി ടെൻഡർ ചെയ്ത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സിൽക്കിന് വർക്ക് ഓർഡർ കൊടുത്തിട്ടുള്ള ഒരു പദ്ധതി, അത് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് ആകെ മാറ്റണം എന്ന രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് അനന്തമായി നീണ്ടുപോവുകയാണ്. അത് ഇനിയും നീളുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. മറ്റൊന്നാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ചെട്ടിയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ. ആ കംഫർട്ട് സ്റ്റേഷൻ സന്ദർശിച്ച് ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ആളുകളും ബഹു ചെയർപേഴ്സൺ ഉൾപ്പെടെ അവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അടിയന്തരമായി ഈ കാലാവസ്ഥ വരുന്ന സമയത്ത് 5-6 മാസം ആ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുകയാണ്. നിരന്തരം നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ അവസാന സമയത്ത് അതിനകത്ത് 23-28 ലക്ഷം രൂപ ചെലവഴിച്ചു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുമ്പോഴും ആ താൽക്കാലിക പരിഹാരം ഒന്നും ഉതകുന്നതല്ല. കാരണം അത് പക്കാ പാടത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ പാടത്ത് ഒരു 2 അടി താഴുമ്പോൾ വെള്ളം വരുമെന്നുള്ളത് കൊണ്ടും ഒരു STP സംവിധാനം സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുത്തു. DPC അപ്രൂവൽ വാങ്ങി സർക്കാർ ഏജൻസിയായിട്ടുള്ള IRTCയെ അതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ ഒരു ഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അന്ന് പ്രഖ്യാപിച്ച അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്നാണ്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ 6 മാസമായിട്ടും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുന്നതിനോടൊപ്പം ഇവിടങ്ങളിൽ ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമല്ലെന്ന പരാതികൾ വ്യാപകമാണ്. തെരുവ് വിളക്കുകൾ, വിവിധ ഉന്നതികൾ, നഗറുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഫിസിയോതെറാപ്പി സെന്റർ അടച്ചുപൂട്ടിയതിനു പുറമെ പരിരക്ഷ, വയോജന സൗഹൃദ പദ്ധതി എന്നിവ നിശ്ചലമായെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇവിടെ നമുക്കറിയാം, പുതിയ 3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അതിലൊന്ന് ചാരംകുളം, പട്ടരാക്ക, രാമൻകുത്ത്. ഈ 3 സെൻ്ററുകളിലും ഇന്ന് ആവശ്യത്തിന് മരുന്നില്ല എന്നുള്ള വലിയ പരാതി വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പകരം നിലവിൽ പട്ടരാക്കയിലുള്ള സ്ഥാപനം ചക്കാലക്കുത്തിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തുവെന്ന് മാത്രമാണ് ആ രംഗത്ത് 6 മാസം നടത്താൻ സാധിച്ചത്. നഗരസഭയിലെ ഈ വികസന നിശ്ചലാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൗൺസിലിനകത്തും പുറത്തും ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് PM ബഷീർ, അരുൺ ദാസ്, മിനി സ്കറിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മമ്പാട്ടിൽ ആളൊഴിഞ്ഞ മേഖലയിൽ നിന്ന് കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. തോട്ടിൻ്റെക്കര കൂളിക്കൽ എന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നുമാണ് 7ഓളം കഞ്ചാവ് ചെടികൾ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇവിടം ഒരു വിജനമായ പ്രദേശമാണ്. ഈ മേഖലയിൽ കഞ്ചാവ് മാഫിയകളൊക്കെ സ്ഥിരം തമ്പടിക്കാറുള്ള ഒരു മേഖലയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ നാട്ടുകാർ നൽകിയ ഒരു വിവരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നത്. നിലമ്പൂർ പോലീസാണ് പരിശോധന നടത്തിയത്. ലഹരിക്കെതിരെ നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. ഈ ഒരു പരിശോധനയ്ക്കിടയിലാണ് 7ഓളം കഞ്ചാവ് ചെടികൾ ഇവിടെ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഇവ എങ്ങനെയാണ് ഇവിടെ വളർന്നു വന്നത് എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നട്ടുപിടിപ്പിച്ചതാണോ അതോ സ്വയം വളർന്നതാണോ എന്ന അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിജനമായ ഒരു മേഖല കഞ്ചാവ് മാഫിയകൾ സ്ഥിരം തമ്പടിക്കാറുള്ള ഒരു മേഖല തന്നെയാണെന്നാണ് നാട്ടുകാരും പോലീസും ഇപ്പോൾ പറയുന്നത്. നാട്ടുകാർ തന്നെ നൽകിയ ഒരു വിവരത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് മമ്പാട് ഈ കൂളിക്കൽ മേഖലയിൽ പരിശോധന നടത്തിയത്. എന്തായാലും 7ഓളം കഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ലഹരിക്കെതിരെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ നിലമ്പൂർ മേഖലയിൽ വ്യാപകമായ തോതിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും ലഹരി മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ലഹരി കേന്ദ്രങ്ങളുള്ളത് അവിടെയെല്ലാം കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനകളും വ്യാപകമായി നടത്തി വരികയാണ്.
വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. റെയിൽവേ മേൽപ്പാലം വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ ദ്രുതഗതിയിലാക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ കാലതാമസമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോരൂർ ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് നീണ്ടുപോയത് CPM സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്താൻ ഞാൻ തെരഞ്ഞെടുപ്പ് വരെ വന്നിട്ടില്ല. ഗവൺമെന്റ് അത് നടപ്പാക്കില്ല, അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ തീരുമാനിച്ച് റെയിൽവേയിലേക്ക് അത് കൊടുക്കുവാനും റെയിൽവേയുടെ ഫണ്ട് കിട്ടുമോ നോക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ട് പോലും ഞാനത് രാഷ്ട്രീയ വിഷയമാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് വലിയ ആക്ഷേപമാക്കി മാറ്റി. നമുക്കറിയാം, റെയിൽവേ ഗേറ്റുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണ് നമ്മളൊക്കെ, ഞാനും ഇന്നും അനുഭവിച്ചതാണ്. പക്ഷെ റെയിൽവേ ഗേറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റെയിൽവേ ഗേറ്റുകളൊക്കെ റെയിൽവേ ഓവർബ്രിഡ്ജ് ആയി മാറുന്നതിന് ദശാബ്ദങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ ഇനിയും ഏതാണ്ട് 40ഓളം റെയിൽവേ ഗേറ്റുകൾ ഇതുപോലെ ഉണ്ട്. അത് ഭൂരിഭാഗവും CPMന്റെ മണ്ഡലങ്ങളിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ടാണ് വൈകിപ്പോയത്. എന്നിട്ടും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ഇടപെട്ടു, രാഹുൽ ഗാന്ധി ഇടപെട്ടു, ഫണ്ട് അനുവദിച്ചു. അതിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ കാലത്ത് യാതൊരു തർക്കവും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന്റെ പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതിൻ്റെ സ്ഥലമെടുപ്പ് മറ്റ് കാര്യങ്ങളുടേതായ കാലതാമസം മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ നമ്മുടെ വണ്ടൂരിലെ വികസന കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായ റോഡും പാലങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പരമാവധി ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഒരു വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോഴും ഞാൻ പറയുന്നു, എല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം നാട് വികസിക്കുകയാണ്. വാണിയമ്പലം മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുൻ സർക്കാരിന്റെയും CPMന്റെയും ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകളെ A.P. അനിൽകുമാർ ശക്തമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികളോ ഫണ്ട് അനുവദിക്കലോ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് റെയിൽവേ ഫണ്ട് ലഭ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ താൻ നേരിട്ട് നടത്തിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ യാതൊരു തർക്കവുമില്ലാതെ എത്രയും പെട്ടെന്ന് വാണിയമ്പലം മേൽപ്പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിന് സ്ഥലമേറ്റെടുപ്പ് പോലെയുള്ള സാങ്കേതിക കാര്യങ്ങളുടെ കാലതാമസം മാത്രമേ ഇനി ഉണ്ടാവുന്നുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും റവന്യൂ മന്ത്രി A.P. അനിൽകുമാർ വ്യക്തമാക്കി. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുന്നു. പോരൂർ ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് ആവേശോജ്വലമായ സ്വീകരണം നടത്തി. സ്വീകരണ പരിപാടി AICC അംഗം E മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. MLA പ്രിയപ്പെട്ട സാരഥി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി റവന്യൂ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. KT റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നന്ദി പ്രസംഗത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. KT അജ്മൽ, DCC സെക്രട്ടറി NA മുബാറക്ക്, P വാസുദേവൻ, M വേലായുധൻ, P ഉണ്ണികൃഷ്ണൻ, P അയൂബ് ഖാൻ, K അമൃത, KK പുഷ്പവല്ലി, P അഷറഫ്, E അബ്ദുൾ നാസർ എന്നിവർ സംസാരിച്ചു. നമ്മളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ വോട്ട് നമുക്ക് ലഭിച്ചു. അതിനൊക്കെ ഞാൻ മനസ്സ് തുറന്ന് നന്ദി പറയുന്നു. വരാനിരിക്കുന്ന 5 വർഷക്കാലം വണ്ടൂരിൻ്റെ പോരൂരിൻ്റെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പലതും ചെയ്യാൻ കഴിഞ്ഞു. അതിലേറെ അതിലുപരിയായി വരാനിരിക്കുന്ന 5 വർഷക്കാലം നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒരു നന്ദി വാക്കുമല്ല, മറിച്ച് ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, അവൻ്റെ നൊമ്പരങ്ങളിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു സഹായം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നാടിൻ്റെ വികസന കാര്യങ്ങൾ നമുക്ക് വളരെ മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാപ്പിൽ നടന്ന സംഘർഷത്തിൽ ഒരാൾക്കെതിരെ കേസെടുത്ത് പോലീസ്. 40-കാരനായ കാപ്പിൽ വടശ്ശേരി ജിനേഷ് രാജിനെതിരെയാണ് വണ്ടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയുള്ള ഇയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ പരിക്കേറ്റ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണമ്പുറത്ത് ജിതിന്റെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ജിതിനെയും സുഹൃത്ത് വൈശാഖിനെയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇയാൾ ആക്രമിച്ചിട്ടുള്ളത്. നേരത്തെ കാപ്പിലുണ്ടായ സംഘർഷ പരമ്പരകളിലും ജിനേഷ് രാജ് പ്രതിയാണ്. കൊലപാതക ശ്രമമടക്കമുള്ള കേസിൽ ഇപ്പോൾ ജാമ്യത്തിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, തെരുവ് ചായക്കടകൾ എന്നിവിടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. രാത്രികാലത്താണ് പ്രത്യേകമായ ഒരു പരിശോധന നടത്തിയത്. ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഹെഡ് ക്ലർക്ക് പ്രമോദ്, സീനിയർ ക്ലർക്കുമാരായ വർക്കി, അച്യുതൻ, അസിസ്റ്റന്റുമാരായ ഷാജി, സുഹൈൽ എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പിഴ ചുമത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി അവിസന്ന പറഞ്ഞു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മൊത്തത്തിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും ജില്ലാ ജോയിന്റ് ഡയറക്ടറും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മമ്പാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ഹോട്ടലുകൾ, അതുപോലെ തന്നെ കൂൾബാറുകൾ, ഈ തെരുവ് കച്ചവടക്കാർ എന്നിവിടങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരിശോധനയുമായി സഹകരിക്കണം. മാത്രമല്ല, ഹോട്ടലുകളിലും അതുപോലെ തന്നെ കൂൾബാറുകളിലൊക്കെ വളരെ വൃത്തിയും ശുചിത്വമുള്ള രീതിയിൽ നിങ്ങൾ ആഹാരങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും തികഞ്ഞ ജാഗ്രതയും സഹകരണവും പുലർത്തി പകർച്ചവ്യാധി തടയുന്നതിൽ നിന്ന്
നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന്, പ്രത്യേകിച്ച് മമ്പാട് പഞ്ചായത്തിൽ അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ താലൂക്കിലെ റേഷൻ കടകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന തൊണ്ടിയിലെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ NFSA ഗോഡൌണിൽ വിജിലൻസിന്റെ പരിശോധന. സംസ്ഥാന വ്യാപകമായി ഗോഡൌണുകളിൽ നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂരിലും വിജിലൻസ് സംഘം എത്തിയത്. വണ്ടൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മുൻകൂർ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയ സംഭവത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ്. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രകടനത്തിനെതിരെയാണ് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽ നാഥ് ഉൾപ്പെടെ 20ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. നിലമ്പൂർ നഗരസഭയിൽ വികസന നിശ്ചലാവസ്ഥയെന്ന പ്രതിപക്ഷം. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സാധാരണക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടതായും പ്രതിപക്ഷാംഗങ്ങൾ. വാണിയമ്പലം റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. റെയിൽവേ മേൽപ്പാലം വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ ദ്രുതഗതിയിലാക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെ കാലതാമസം മാത്രമാണ് നിലവിലുള്ളതെന്നും മന്ത്രി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രാദേശിക വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,